السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനം നിങ്ങളിൽ ഓരോരുത്തരിലും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ്, നമസ്കാരത്തിൻ്റെ പർപ്പസ്, നമസ്കാരത്തിൻ്റെ ബെനിഫിറ്റ്. നമസ്കാരം എന്തിനു വേണ്ടിയെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞതായി നമ്മൾ കഴിഞ്ഞതിന് പറഞ്ഞിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുകയാണ്, നീ നമസ്കരിക്കുക ലിദിക്കിരി, അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി. നമ്മൾ നമസ്കാരത്തിലുടനീളം അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ്. അള്ളാഹു അക്ബർ എന്ന് ആരംഭത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുകയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിൽ എന്തൊക്കെയാണോ നമ്മൾ പറയുന്നത് അത് നമ്മൾക്ക് അറിഞ്ഞിട്ടാണോ പറയുന്നത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ, ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ടാണോ പറയുന്നത് എന്ന് നാം ഓരോരുത്തരും സ്വയം പരിശോധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമസ്കാരത്തിൽ ഉടനീളം നമ്മൾ പറയുന്നത് അള്ളാഹുവോടുള്ള സംഭാഷണമാണ്, അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്. സുജൂദിൽ അവൻ്റെ അടിമ സ്വകാര്യമായി പറയുന്ന കാര്യങ്ങൾ ആകാശത്തുള്ളവൻ കൃത്യമായി കേൾക്കുന്നു. നമസ്കാരത്തിൽ നമ്മൾ ഉരുവിടുന്നത് എന്താണെന്നോ അത് അറിയാതെ പോയാൽ നമ്മളുടെ നമസ്കാരം വാലിഡ് ആയിരിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലെ 43-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ്സലാ വ അൻതും സുഖാറാ ഹത്താ തഅലമു മാ തഖൂലൂൻ. സത്യവിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നത് വരെ. നാം നമസ്കാരത്തിൽ ഉരുവിടുന്നതൊക്കെ നമ്മൾക്കറിഞ്ഞിട്ടാണോ നമ്മൾ ഉരുവിടുന്നത്? സബിഹല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാം പറയുമ്പോൾ നമ്മൾ ഉത്തരം പറയുന്നു റബ്ബന വലക്കൽ ഹംദ്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ ഏറ്റു പറഞ്ഞത്? 5 വഖത്ത് ആത്മാർത്ഥമായി സിൻസിയറായിട്ട് നമസ്കരിക്കുന്നവൻ്റെ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനായി അവൻ വളരുന്നു എന്നുള്ളതാകുന്നു. ഇന്നസ്സലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ ദിക്റുല്ലാഹി അക്ബർ. തീർച്ചയായും നമസ്കാരം മനുഷ്യനെ തെറ്റ് ചെയ്തതിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയമാകുന്നു. മാത്രമല്ല അതിനിടയിലുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അത്ര മഹത്തായ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണോ നമ്മളൊക്കെ ചെയ്യുന്നത് എന്ന് സ്വയം പരിശോധിക്കേണ്ടതാകുന്നു. നമസ്കാരം ചൈതന്യവത്തായ ഒരു കർമ്മമാകുന്നു എന്ന് അറിഞ്ഞിരിക്കെ അത്തരത്തിലുള്ള ആളുകളോട് അള്ളാഹുവിൻ്റെ സമീപനം എന്തായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് താഹ 124-ാമത്തെ ആയത്തിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. വമൻ അഗ്റള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻഖ വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമ. എൻ്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഞാൻ ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാക്കി കൊടുക്കുക. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിക്കും. അവിടെ വെച്ച് ആ അടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അള്ളാഹുവേ, ഞാൻ ഭൂമിയിൽ കാഴ്ച ഉള്ളവനായിരുന്നല്ലോ, ഇവിടെ എന്തുകൊണ്ട് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു? അള്ളാഹുവിൻ്റെ മറുപടി, കാല കദാലിക അതതുക ആയാതുന ഫനസീതഹ വകദാലികൽ യൗമ തുൻസ. അള്ളാഹു പറയും, അങ്ങനെ തന്നെയാകുന്നു, നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുകയുണ്ടായി, എന്നിട്ട് നീ അതിനെ മറന്നു. അതുകൊണ്ട് ഇന്ന് നിന്നെയും ഞാൻ മറന്നിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന നല്ലൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നീ ഞങ്ങൾ ഉൾപ്പെടുത്തണം, നിന്നെ ഓർക്കുകയും നിന്നോട് നന്ദി കാണിക്കുകയും നിനക്കുള്ള ഏറ്റവും നല്ല ഇബാദത്തുകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിലും നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.